സിനിമാ മേഖലയിൽ ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടനയാണ് അവിടെ തലപ്പത്താണ്, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ തലപ്പത്താണ്. ഇനിയിപ്പം ഏതൊക്കെ സംഘടന അവിടെയൊക്കെ ലിസ്റ്റിന് വേണമെന്ന് സ്വയം തീരുമാനിക്കുകയാണ് അത് ഇതിൻ്റെ കൂടെ ഉള്ളവർ. ലിസ്റ്റിൻ്റെ ഒരു വളർച്ച ഒത്തിരി കഷ്ടപ്പാടുകളോട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ലിസ്റ്റിന്. പക്ഷെ ഒരു ഒരു കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ വന്ന് കൊച്ചിയിലേക്ക് എത്തിയാണ്. ഈ ഒരു വരവിനൊരു കാരണമുണ്ടല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എനിക്കിതിങ്ങനെ പിടിച്ചെടുക്കണം, ഇതൊക്കെ ഒന്നും ആയിട്ടില്ല, ഇനിയും എനിക്ക് വേണം, അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള തോന്നലുകളാണല്ലോ നമ്മളൊക്കെ ഇത്രയും ദൂരം ഒരു ആഗ്രഹം, ഈ പറഞ്ഞ മനസ്സിലായി, ഒരു ആശ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് അതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഇപ്പോൾ ഇവൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഏത് ഒരു ഇതിൽ പെർഫോമൻസ് ചെയ്യുവാണെങ്കിലും ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു തലപ്പത്തോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനത്താവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്, കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സംഘടനയുടെ ഭാഗമാകുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് പറഞ്ഞ് മനസ്സിലാവും. തീർച്ചയായിട്ടും ഞാനല്ല, എന്നെപ്പോലെ വേറെ ഒരാൾ ഇതുപോലെ പെർഫോം ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതല്ല ഇതിൻ്റെ ഒരു ഇതാണല്ലോ. ഇപ്പം സുരാജ് ചേട്ടൻ ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഗ്രേസ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇവരുടെ സംഘടനയുണ്ട്, ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തെ ഒരു എക്സിക്യൂട്ടീവിലുള്ളതാണ് അല്ലെ സുരാജ് ചേട്ടൻ? സുരാജ് ചേട്ടൻ അതിൻ്റെ അകത്തുള്ള, അത് സ്വാഭാവികമാണ്, അത് ഓട്ടോമാറ്റിക്കലി വന്ന സ്ഥാനങ്ങളെല്ലാം അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ വഴിയേ വരുന്നതാണ്. പക്ഷേ നമ്മൾ വെട്ടിത്തെഴിക്കുന്ന വഴി അതെങ്ങനെയാണ് ഉണ്ടെന്നുള്ളതാണ്, ഏതിലേക്കാണ് പോകേണ്ടത്, ആരുടെയൊക്കെയാണ് പോകേണ്ടത്, ഏത് തിരഞ്ഞെടുക്കണം, ഏതിനോട് നോ പറയണം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുന്നതൊക്കെ നമ്മളൊരു പീസ്ഫുള്ളായിട്ട് നല്ല മൈൻഡോടുകൂടി ടെൻഷൻ ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അത് ശരിയാവുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാവർക്കും എല്ലാം കിട്ടൂലല്ലോ, മനസ്സിലായി. ഇപ്പം ഞാൻ എന്നേക്കാളും നല്ല വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, ലാംഗ്വേജുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട് പ്രൊഡ്യൂസേഴ്സായിട്ടൊക്കെ. പക്ഷേ അവരിലേക്കാളും ഒക്കെ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇതിൽ അങ്ങനെ എത്താൻ പറ്റില്ല. ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് ഇതിലേക്ക് എത്തിക്കും. അത് ഉറപ്പാണ്. ഈ ലക്ഷ്യം ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ, ലക്ഷ്യം പറഞ്ഞ നമുക്ക് കൂടുന്നവർ ആരാണെന്ന് നമുക്കറിയില്ല അല്ലെ, അങ്ങനെ ചതുവ് പറ്റിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം നിൽക്കും. നമുക്ക് പല പല സാഹചര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നല്ല ഫ്രണ്ടായിട്ട് ഇന്ന് വർത്തമാനം പറയുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ വേറെയുള്ളവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറയും. പക്ഷെ അവരത് നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മളത് അറിയുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, അയ്യോ ഞാൻ ലിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോന്നും ചോദിച്ച്. ഇപ്പോൾ സുരാജിനെ പറ്റി ഞാനൊരു പറയാത്തൊരു കാര്യം വേറൊരാൾ വന്നിട്ട് അമീർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഞാനിത് അറിഞ്ഞിട്ട് പോലും ഉള്ളൊരു കാര്യമല്ല. പക്ഷേ സുരാജ് ഇത് എന്നോട് ചോദിക്കാതെ, സുരാജ് ഇത് അമീറിൻ്റെ വർത്തമാനം കേട്ടിട്ട് എന്നോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക? ഇത് എന്നോട് അറിഞ്ഞാലേ ഉള്ളൂ എനിക്കിത് അമീറിനെയും കൂടെ മുമ്പിൽ വെച്ചിട്ട് ഇത് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഏതാണ് സത്യം, ഏതാണ് നോണ, ഇയാൾ എന്താണ്, ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ നമ്മുടെ ഈ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുമ്പം കുറേ ബന്ധങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ പോകാറുണ്ട്, നമ്മൾ പോലും അറിയത്തില്ല. ഒരു പ്രോജക്റ്റിനോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തികളോടല്ലല്ലോ ആ നോ പറയുന്നത്, മനസ്സിലായി, ആ പ്രോജക്റ്റിനോടാണ് നോ പറയുന്നത്. അപ്പോൾ ഉടനെ ആ പ്രോജക്റ്റിനോട് നോ പറയുമ്പം അത് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതെല്ലാം ഒരു വിരോധത്തിലേക്ക് നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടുവാണ്. ഇപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് ചിലരുടെ ഫോണോ അല്ലെങ്കിൽ പറഞ്ഞത് കീപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മളിത് സാഹചര്യം, അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് ഇതിന്റെ ഭാഗമാണ് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് പോകാനായിട്ട് പറ്റൂല എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഈ വിഷമാണ് ഭയങ്കര. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടെ എല്ലാവരിൽ നിന്നും മാക്സിമം കുറച്ച് അകലം കാരണം അടുക്കും തോറും കൂടുതൽ വിഷമാണ് വരുന്നത്. കാരണം പറഞ്ഞു മനസ്സിലായി, അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവൻ നടക്കുന്നു. എന്നെ പരിചയമില്ലാത്തവർക്ക് പോലും ഇഷ്ടക്കേട് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളുമായിട്ട് ഒരു കാര്യങ്ങളിൽ ഒരു ഡീലിൽ ഏർപ്പെട്ടുള്ള ഒരാളുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊരു വേറെ രീതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്തിട്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതുവരെ വളരുന്ന വരെ ഒരു ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നു. വളർന്നു കഴിഞ്ഞ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരു പറഞ്ഞു മനസ്സിലായി, അതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്, മനസ്സിലായി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.